ഹായ് ഹലോ. ഇന്ന് ലല്ലുമ്മസ് വേൾഡിൽ എന്താണെന്ന് കണ്ടോ? നല്ല കപ്പയും മുളകും പിന്നെ നല്ല മുളകിട്ട മീൻകറി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് സാബിച്ചൻ എൻ്റെ പുറകേ നടക്കുക. കുറച്ച് കപ്പയും മുളകും ഉണ്ടാക്കി താമേ, കപ്പയും മുളകും ഉണ്ടാക്കി താന്നുണ്ട്. നാട്ടിൽ വെച്ച് അപ്പാപ്പൻ അവന് കപ്പയും മുളകും വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അതുപോലെ അമ്മ ഉണ്ടാക്കി താന്നു പറഞ്ഞ് കുറേ ദിവസമായി പുറകെ കിടക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് കപ്പയൊന്നും കിട്ടത്തില്ല. അപ്പം ഞാനൊരു ഡുവോഡൈ എന്ന് പറഞ്ഞ പോലെ കുറച്ച് ഫ്രോസൺ കപ്പ മേടിച്ചു നമ്മുടെ ഗ്രാൻഡിൽ നിന്ന്. അപ്പം നോക്കുമ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം ഞാൻ വെച്ചപ്പം നല്ല സൂപ്പർ കപ്പയായിരുന്നു, നല്ല ഫ്രഷ് കപ്പ. അങ്ങനെ എന്നാൽ പിന്നെ ഇവൻ്റെ നിർബന്ധം കാരണം ഞാൻ കുറച്ച് കപ്പ പുഴുങ്ങിയതും മുളകും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പ നന്നായിട്ട് വേവിച്ച് പുഴുങ്ങി വെച്ചു, കാരണം അവർക്ക് നന്നായിട്ട് വെന്ത കപ്പയാണ് ഇഷ്ടം. അതുപോലെ നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടാക്കി. മുളക് ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര എരിവുണ്ടാവും വിചാരിച്ചില്ല. മുളകിന് നല്ല എരിവായിരുന്നു കേട്ടോ. അങ്ങനെ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇച്ചിരി വാളംപുളി ഇട്ടു കേട്ടോ. ഞാൻ വിനാഗിരി ഒഴിച്ചില്ല, കാരണം പിള്ളേർക്ക് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇച്ചിരി വാളംപുളി ഇട്ടു. അതുപോലെ തന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല മുളകുണ്ടാക്കി. പിന്നെ നല്ല മുളകിട്ട മീൻകറി ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഇരുന്ന് പുളിയൊക്കെ പിടിച്ച് അടിപൊളിയായിരുന്നു. ഇത് കണ്ട ടേസ്റ്റ് നോക്കുന്നുണ്ടോ? അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമായി. ജോക്കൂട്ടിന് ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞു. സാബിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അവനും മേടിച്ചു വരുവാ. അടിപൊളി. അങ്ങനെ സാബി പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് തിന്നോളാമെന്ന് പറഞ്ഞു. അവൻ ആ കപ്പയും മുളകും ഏകദേശം ആ മുളക് അവൻ തന്നെയാണ് തീർത്തത്. വേറെ എന്ത് എരിവിട്ട് വെച്ചാൽ അയ്യോ എരിവ് എന്ന് പറയും. പക്ഷേ ഈ മുളക് അവന് ഭയങ്കര ഇഷ്ടമാണ്. കപ്പയും മുളക് അവൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.